ശ്രീമൻ നാരായണീയം ദശകം 8 ശ്ലോകം 8. കഴിഞ്ഞ ശ്ലോകത്തിലെ 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ആ പ്രളയത്തിന്റെ ആരംഭത്തിൽ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന ആ മൂലപ്രകൃതി, ആ പ്രകൃതിയോട് ഈ പ്രളയത്തിന്റെ അവസാനം, അതായത് പ്രളയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ രാത്രിയാണ്, അത് നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ബ്രഹ്മദേവന്റെ രാത്രി എന്ന് പറയുന്ന 1000 ചതുർയുഗമാകുന്ന ആ കാലം, ഇതിന്റെ അവസാനത്തിൽ ഇനി ഒരു പുതിയ കൽപ്പം ആരംഭിക്കാൻ പോവുകയാണ്. ബ്രഹ്മദേവന് പകലാണ് സമയം വരുന്നത്. അപ്പോൾ ആ പുതിയ കൽപ്പം ആരംഭിക്കുമ്പോൾ എല്ലാം വീണ്ടും പഴയപടി തന്നെ സൃഷ്ടിക്കപ്പെടണം. അപ്പൊ അതിനെ ഭഗവാൻ ഉണരണം. അപ്പൊ ഭഗവാൻ അതിനായിട്ട് കാലമാകുന്ന ശക്തിയോട് തന്നെ വിളിച്ചുണർത്തണമെന്ന് ആജ്ഞാപിച്ചിട്ടാണ് നിദ്രയിൽ ആണ്ടത്. അതാണ് നമ്മൾ കഴിഞ്ഞ 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. ഇനി 8ാമത്തെ ശ്ലോകം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ചതുർയുഗാണാം ച സഹസ്രം ഏവം ത്വയി പ്രസുപ്തേ പുനഃ അദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമഃ പ്രബുദ്ധ പ്രാബോധയത് ത്വം കില വിശ്വനാഥ. ഹേ വിശ്വനാഥ, അല്ലയോ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ വിശ്വപ്രപഞ്ചത്തിന്റെ തന്നെ നാഥനായിട്ടുള്ള സർവേശ്വര, ത്വയി അദ്വിതീയേ, അതായത് അദ്വിതീയേ എന്ന് വെച്ചാൽ അദ്വൈതമാകുന്ന, ഏകമാകുന്ന ത്വയി അങ്ങ്, ചതുർയുഗാണാം സഹസ്രം, 1000 ചതുർയുഗങ്ങളാകുന്ന ആ ബ്രഹ്മാവിന്റെ പകലാകുന്ന സമയമുണ്ടല്ലോ, അതാണ് ചതുർയുഗാണാം സഹസ്രം. 1000 ചതുർയുഗങ്ങൾ മുഴുവനും ഏവം പ്രസുപ്തേ, ഇപ്രകാരം നിദ്രയിൽ, യോഗനിദ്രയിൽ ആണ്ടപ്പോൾ, പുനഃ പിന്നീട്, കാലാഖ്യശക്തി, കാലമെന്ന ശക്തി, പ്രഥമ ആദ്യം, പ്രബുദ്ധ ഉണർന്നോന്ന്. അപ്പോൾ ആ പ്രളയത്തിന്റെ അവസാനം 1000 ചതുർയുഗം അവസാനിക്കാറായി, ഒരു പുതിയ കൽപ്പം ബ്രഹ്മാവിന്റെ പകലാവേണ്ട സമയമായി. ബ്രഹ്മാവ് ഉണരണം, അതിന് ഭഗവാൻ ഉണരണം. അപ്പൊ ആ പുതിയ കൽപ്പത്തിന്റെ സൃഷ്ടി നടത്താനായിട്ട് ഭഗവാനെ ഉണർത്താൻ ആദ്യം കാലമെന്ന ശക്തി ആദ്യം ഉണർന്നു. അതാണ് കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ, ആദ്യം ഉണർന്നിട്ട് ത്വാം ഭഗവാനെ അവിടത്തെ പ്രാബോധയത്, അവിടത്തെ ഉണർത്തുകയും ചകില ചെയ്തുവല്ലോ എന്ന്. അപ്പൊ കാലം എന്ന ശക്തി ആ പ്രളയകാലം 1000 ചതുർയുഗം ഭഗവാനിൽ ലയിച്ചു ചേർന്ന്, ഭഗവാനെ പോലെ ലയിച്ചു ചേർന്ന് മുഴുവൻ ഉറങ്ങുകയായിരുന്നു. എന്നിട്ട് ഈ പ്രളയത്തിന്റെ അവസാനത്തിൽ പുതിയ കൽപ്പം ആരംഭിക്കേണ്ട സമയമായപ്പോൾ ആദ്യം ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് കാലമാകുന്ന ശക്തി ഉണരുകയും ശേഷം ഭഗവാനെ ഉണർത്തുകയും ചെയ്തു. ശ്ലോകം 9. വിബുദ്ധ്യ ചാത്വം ജലഗർഭശായിം വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്ധ സ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷു ഏവ സൂക്ഷ്മാത്മതയാ നിജാന്തഃ സ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. ഹേ ജലഗർഭശായിൻ, അല്ലയോ ജലാന്തർഭാഗത്ത് ശയിക്കുന്ന ഭഗവാനെ, വിശ്വേശ ലോകനാഥ, ത്വം വിബുദ്ധ്യ ച, അതായത് അങ്ങ് നിന്തിരുവടി ആ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ, കാലം എന്ന ശക്തി ഭഗവാനെ വിളിച്ചുണർത്തിയപ്പോൾ ഭഗവാൻ ആ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് അഖിലാൻ ലോകാൻ, ഈ ജഗത്ത് മുഴുവനും പ്രലീനാൻ വിലോക്യ, ഈ ജഗത്ത് മുഴുവനും തൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നതായി, തൻ്റെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നതായി വിലോക്യ കണ്ടിട്ട്, സൂക്ഷ്മാത്മതയാ നിജാന്തഃ സ്ഥിതേഷു, സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന തേഷു ഏവ, ഈ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടിം ദദാത, ദൃഷ്ടിയെ പതിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത്
അല്ലയോ ഭഗവാനെ, ആ ജലാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ, കാലമെന്ന ശക്തി അങ്ങയെ വിളിച്ചുണർത്തിയപ്പോൾ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന അങ്ങ് തൻ്റെ ഉദരത്തിൽ ഈ ജഗത്ത് മുഴുവനും ഇങ്ങനെ ലയിച്ചു സ്ഥിതി ചെയ്യുന്നതായി കണ്ടു. അതും സൂക്ഷ്മ രൂപത്തിലാണ് ഈ മുഴുവൻ ജഗത്തും അതിൻ്റെ സൂക്ഷ്മ രൂപത്തിൽ ഭഗവാന്റെ ഉദരത്തിൽ ഇങ്ങനെ ലയിച്ച് സ്ഥിതി ചെയ്യുന്നതായി കണ്ടിട്ട് ആ സൂക്ഷ്മ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിലേക്ക് ഭഗവാൻ ഒന്ന് നോക്കി, ആ ദൃഷ്ടിയെ പതിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 10. തതസ്തുതീയാദയിനാഭിരന്ദ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. തതഃ തുദീയാത് അയി നാഭിരന്ദ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. അർത്ഥം: അയി, അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, തതഃ, അനന്തരം, ഭഗവാന്റെ ഒരു കടാക്ഷ വീക്ഷണം ആ ഉദരത്തിലേക്ക്, സൂക്ഷ്മരൂപത്തിൽ ഭഗവാന്റെ ഉള്ളിൽ ഉദരത്തിൽ ഇരിക്കുന്ന സ്ഥിതി ചെയ്യുന്ന ആ മുഴുവൻ പ്രപഞ്ചവും സൂക്ഷ്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിലേക്ക് ഭഗവാൻ ഒന്ന് നോക്കിയപ്പോൾ, അനന്തരം ശ്രീ ഗുരുവായൂരപ്പ, തുദീയാത്ത്, നിന്തിരുവടിയുടെ നാഭീരന്ധ്രാത്, ആ നാഭീദ്വാരത്തിൽ നിന്ന്, നിലീന നിശേഷ പദാർത്ഥ മാലാ സംക്ഷേപ രൂപം, അതായത് ഭഗവാന്റെ ഉള്ളിൽ ലയിച്ച സമസ്ത പദാർത്ഥങ്ങളുടെയും ഒരു സൂക്ഷ്മ രൂപത്തിലുള്ളതും എന്നാൽ കിഞ്ചന, അതായത് അവർണ്ണനീയവും അത്യത്ഭുതവുമായ ഒരു ദിവ്യപത്മം, ഒരു ദിവ്യമായ താമരപ്പൂവ്, അത് മുകുളായമാനം എന്ന് വെച്ചാല് പൂർണ്ണമായും വിടർന്നിട്ടില്ലാത്ത ഒരു മുട്ടായിട്ടുള്ള രൂപത്തിൽ അങ്ങനെ ഒരു താമരപ്പൂവ് ഉദഞ്ചിതം എന്ന് വെച്ചാൽ ആവിർഭവിച്ചു എന്നർത്ഥം. അപ്പോ അങ്ങനെ ഭഗവാന്റെ ഒരു നോട്ടം കിട്ടിയപ്പോൾ, അല്ലയോ ഗുരുവായൂരപ്പ, അനന്തരം അങ്ങയുടെ നാഭീദ്വാരത്തിൽ നിന്ന് ഈ മുഴുവൻ ജഗത്തും ഒരു സൂക്ഷ്മ രൂപത്തിൽ സമസ്ത പദാർത്ഥങ്ങളും ഭഗവാന്റെ ഉദരത്തിൽ ഒരു സൂക്ഷ്മ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ, അവയെല്ലാം കൂടി ചേർന്നിട്ട് അവർണ്ണനീയവും അത്യത്ഭുതവുമായ ഒരു മുട്ടിന്റെ രൂപത്തിൽ, ഒരു താമരമുട്ടിന്റെ രൂപത്തിൽ, പൂർണ്ണമായും വിടർന്നിട്ടില്ലാത്ത ഒരു താമരമുട്ടിന്റെ രൂപത്തിൽ ഒരു ദിവ്യ പത്മം അങ്ങനെ ആവിർഭവിച്ചു. ശ്ലോകം 11. തദേദംഭോരുഹ കുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീദം പരിതസ്ഫുരദ്ഭി സുതാമഭിദ്വാന്തമലം ന്യകൃന്ദത്. തത് ഏതത് അംബോരുഹ കുട്മളം തേ കളേബരാത് തോയപഥേ പ്രരൂഢം ബഹിഹി നിരീതം പരിതഃ സ്ഫുരദ്ഭിഹി സ്വദാമഭിഹി ദ്വാന്തം അലം നികൃന്ദത്. അപ്പോ അർത്ഥം: തത് ഏതത് അംഭോരുഹ കുട്മളം, അതായത് ഈ ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണമായ അംബോരുഹ കുട്മളം, ആ താമരമുട്ട്, ഭഗവാന്റെ നാഭീദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ആ താമരമുട്ട്, തേ കളേബരാത്, ഭഗവാനെ അവിടുത്തെ ശരീരത്തിൽ നിന്ന്, തോയപദേ പ്രരൂഢം, ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ വളർന്നു വന്നിട്ട്, ബഹിഹി നിരീതം എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്നും വെളിയിലേക്ക്, പുറത്തേക്ക്, ജലത്തിന്റെ മുകളിലേക്ക് ഉയർന്നു വന്നിട്ട്, പരിതഃ സ്ഫുരദ്ഭിഹി, ഈ ചുറ്റുപാടും ഇങ്ങനെ പ്രകാശിക്കുന്ന അതിൻ്റെ കാന്തിയാൽ, ആ താമരമുട്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ കാന്തിയാൽ, ദ്വാന്തം അലം നികൃന്ദത്, അതായത് ആ പരിസരത്തുള്ള മുഴുവൻ അന്ധകാരത്തെയും ആ പ്രകാശം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞു എന്ന്, കൂരിരുളിനെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഉദരത്തിലെ ആ നാഭീദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ഈ മുഴുവൻ ജഗത്തിൻ്റെയും സൂക്ഷ്മരൂപത്തിൽ കൂടി ചേർന്നിട്ടുള്ള ആ താമരമുട്ട്, ആ ഭഗവാന്റെ നാഭീദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ആ ജലത്തിലേക്ക് വളർന്നിട്ട്, പിന്നെ അവിടെ നിന്നും ജലത്തിന്റെ മുകളിലേക്ക്
പുറത്തേക്ക് വന്ന് നിന്നു. ആ താമരമുട്ടിൽ നിന്നും വരുന്ന പ്രകാശത്തിന്റെ കാന്തി കൊണ്ട് ആ പരിസരം മുഴുവനുമുള്ള ഇരുട്ട്, അന്ധകാരം ഇല്ലാതായി. ആ പരിസരം മുഴുവൻ അങ്ങനെ പ്രകാശം പരന്നു. അവിടെയുള്ള ഇരുട്ട്, അന്ധകാരത്തെ അത് പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തു. ശ്ലോകം 12. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധ അഖിലവേദരാശി. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധിഃ ആവിരാസീത് സ്വയം പ്രബുദ്ധ അഖില വേദരാശി. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ, അതായത് സംഫുല്ലപത്രേ ഇതളുകൾ വിടർന്നതും അത്യത്ഭുതവും അവർണ്ണനീയവുമായ വിചിത്രേ അവർണ്ണനീയവുമായിട്ടുള്ള ഭവത് വീര്യധൃതേ തസ്മിൻ സരോജേ, ഭഗവാനെ അങ്ങയുടെ യോഗ ഐശ്വര്യത്താൽ ധൃതേ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ ആ തസ്മിൻ സരോജേ ആ താമരപ്പൂവിൽ സ്വയം പ്രബുദ്ധ അഖില വേദരാശി, സ്വയം പ്രകാശിച്ച വേദങ്ങളോട് കൂടിയ വേദസമൂഹത്തോടു കൂടിയ സഹ ആ പത്മജന്മ ആ പത്മസംഭവനായിട്ടുള്ള വിധി ബ്രഹ്മദേവൻ ആവിരാസീത് ആവിർഭവിച്ചു എന്ന്. അപ്പോ ഭഗവാന്റെ നാഭീദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ആ താമരമുട്ട് ജലത്തിലേക്ക് വളർന്ന് പിന്നീട് ജലത്തിൽ നിന്നും ആ ജലത്തിന്റെ മുകളിലേക്ക് വളർന്നു വന്നു. ആ താമരമുട്ടിന്റെ അത്ഭുതകരമായ ആ താമരമുട്ടിന്റെ ഇതളുകൾ അതിനുശേഷം അങ്ങ് ജലത്തിന്റെ പുറത്തെത്തിയതിനു ശേഷം ഇതളുകൾ വിടർന്നപ്പോൾ ഭഗവാന്റെ യോഗ ഐശ്വര്യത്താൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ട ആ താമരപ്പൂവിൽ സ്വയം പ്രകാശിച്ചുകൊണ്ട് വേദങ്ങളോടുകൂടി ആ പത്മസംഭവനായ ബ്രഹ്മദേവൻ ആ താമരപ്പൂവിൽ ആവിർഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 13. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ദിവാദാലയ വാസവിഷ്ണോ. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപേ ത്വം ഇത്തം ഉത്ഥാപിത പത്മയോനിഃ അനന്ത ഭൂമാ മമ രോഗരാശിം നിരുന്തി വാദാലയവാസ വിഷ്ണോ. അർത്ഥം: നനു പരാത്മൻ, അല്ലയോ പരബ്രഹ്മസ്വരൂപനായ വാതാലയവാസ ശ്രീ ഗുരുവായൂരപ്പ, വിഷ്ണു വിഷ്ണു ഭഗവാനെ, അസ്മിൻ പാത്മകൽപ്പേ ഈ പാത്മകൽപ്പത്തിൽ, അതായത് പ്രജാപതിയായ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ പത്മത്തിൽ ആവിർഭവിച്ചതുകൊണ്ട് ഈ കൽപ്പത്തെ പാത്മകൽപ്പം എന്ന് വിളിക്കുന്നു. ഈ പാത്മകൽപ്പത്തിൽ ഇത്തം ഉത്താപിത പത്മയോനി, ഇപ്രകാരം താമരപ്പൂവിൽ പത്മത്തിൽ ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അനന്തഭൂമ, അതായത് അനന്തമായ മാഹാത്മ്യത്തോടെ സ്ഥിതി ചെയ്യുന്നവനുമായ ത്വം, അങ്ങ് മമ രോഗരാശി, എൻ്റെ സകല രോഗങ്ങളെയും നിരുന്തി നിവാരണം ചെയ്താലും എന്ന്. അപ്പോ അല്ലയോ പരബ്രഹ്മസ്വരൂപനായ ഗുരുവായൂരപ്പ, ശ്രീ ഗുരുവായൂരപ്പ, ഈ പത്മകൽപ്പത്തിൽ ഇപ്രകാരം പത്മത്തിൽ ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അതുപോലെ അനന്തമായ മഹാത്മ്യത്തോടെ സ്ഥിതി ചെയ്യുന്നവനുമായ അങ്ങ് ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ സകല രോഗങ്ങളെയും ഇല്ലാതാക്കി തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ഒരു ദശകം 8 ഇവിടെ അവസാനിക്കുന്നു.